എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭദ്രന് ഒരു വമ്പൻ ഓഫറൊക്കെ നൽകുന്നുണ്ട് കിഷോർ. ആ ഓഫറൊക്കെ നൽകിയിട്ട് കിഷോർ തന്റെ ആവശ്യം അങ്ങനെ ഭദ്രനോട് പറയണം. ആ ആവശ്യം ഭദ്രൻ അംഗീകരിക്കുകയാണ്. അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ വിജയലക്ഷ്മി താൻ ഗോവിന്ദൻ ആരാന്നുള്ള സത്യം ഗീതയോട് വെളിപ്പെടുത്തുകയാണ്. ആ ഒരു അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്നലെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു ഗോവിന്ദനോടുള്ള ദേഷ്യത്തിന് ഇറങ്ങി നടക്കുവാണ്. ഒരു ഓട്ടോറിക്ഷ പോലും വിളിക്കാതെ ആ പൊരി വേലത്തിറങ്ങി നടക്കുവാണ്. പിന്നീട് വിജയലക്ഷ്മിനെ വിളിക്കുന്നുണ്ട്. വിജയലക്ഷ്മിനെ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ അവിടുന്ന് ഇറങ്ങി നടന്നു പോരുവാണ്, എങ്ങോട്ടെന്നില്ല നടക്കുവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വിജയലക്ഷ്മിക്ക് ഭയങ്കര ആദ്യമായി. മുമ്പ് ഇതുപോലെ ഗീതു ഒരു പോക്ക് പോയതാണ്, ആക്സിഡന്റ് ഒക്കെ ഉണ്ടായത്. പിന്നീട് ഗീതുവിനോട് പറഞ്ഞു അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം, കാറുമായിട്ട് വരാന്നൊക്കെ പറഞ്ഞാലും ഗീതു അതൊന്നും കേൾക്കുന്നില്ല. പിന്നീട് വിജയലക്ഷ്മി എന്ത് ചെയ്യാണ്, കാറും എടുത്തോണ്ട് ഗീതുവിനെ അന്വേഷിച്ചിറങ്ങുവാണ്. പിന്നീട് കാണിക്കുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ കിഷോർ എന്ത് ചെയ്യാണ്, ഭദ്രനെ വിളിച്ചോണ്ട് പുറത്തേക്ക് ഇറങ്ങി പോരുവാണ്. അപ്പം ഭദ്രനെ സഹായിച്ച കിഷോർ ആണെന്നുള്ള സത്യം വിലാസിനെ അറിയുന്നുണ്ട്. വിലാസിനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിപ്പോയി. പഴയ കിഷോർ അല്ല ഇപ്പം. കിഷോറും തങ്ങളെയൊക്കെ ഭയങ്കര കാര്യമാണ്. പൈസയൊക്കെ തന്ന് സഹായിച്ചെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും വിലാസിനെയും ഭദ്രനും നിലത്തുനിന്നല്ല നിൽക്കുന്നത്. പിന്നീട് ഭദ്രനോട് പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, ഇങ്ങോട്ട് വന്ന് നമുക്ക് പുറത്തു പോയി സംസാരിക്കാന്ന് പറയണം. അങ്ങനെ ഭദ്രനെ വിളിച്ചോണ്ട് പോയി കാറിൽ കയറുവാണ്. കാറിൽ കയറി ഭദ്രൻ ചോദിച്ചു, എന്താ പറയാനുള്ളത്, നിനക്ക് എന്ത് വേണം എന്നോട് പറയാം എന്ന് പറയണം. അതെ, ഞാൻ പറയുന്ന കാര്യം കേട്ടിട്ട് ഞെട്ടലെന്ന് പറയണം. അല്ല എന്താ അപ്പൊ അതിന് പ്രത്യേകിച്ച് കാര്യം എന്താ, അത്രയും വലിയ കാര്യമാണോ പറയാൻ പോകുന്ന ചോദിക്കണം. അതെ, ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാനായിട്ട് വരുണും രാധികാമ്മയെ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം. പെട്ടെന്ന് പതിരിച്ച്, നീ എന്താ കിഷോറെ പറയണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ്. ഗീതുവായിട്ടുള്ള ഡിവോഴ്സ് നടത്തിയതിന് ശേഷം ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കാണ്ട് അവരുടെ പരിപാടി. എന്നിട്ട് അതിനുശേഷം ഗോവിന്ദ് സാറിന്റെ സ്വത്ത് മൊത്തം കൈക്കലാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറയാണ്. ഇത് കേട്ടതും ഭദ്രൻ ചെയ്യാൻ അങ്ങനെയൊക്കെ സംഭവിക്കുന്നേ, അതൊക്കെ നടക്കും, അതിനുള്ള പ്ലാനുകളും പദ്ധതികളും ഒക്കെ അവർ തയ്യാറാക്കി കഴിഞ്ഞെന്ന് പറയണം. പറഞ്ഞു, നീ എങ്ങനെ ഇതൊക്കെ അറിഞ്ഞേ? ഞാൻ എങ്ങനെ അറിഞ്ഞെന്നൊക്കെ ഇപ്പൊ പ്രത്യേകിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് ചില കാര്യങ്ങളൊക്കെ പറയും, അത് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കുള്ള ഗുണമുള്ള കാര്യമാണ്. അത് സമ്മതമാണെങ്കിൽ നമുക്ക് രാധികാമ്മയും വരുണിനെയും ഒക്കെ പൊളിച്ചെടുക്കാന്ന് പറയാണ്. പെട്ടെന്ന് ഭദ്രൻ പറഞ്ഞേ, അവരെ രണ്ടുപേരും ഇല്ലാതാക്കാനുള്ള കാര്യമാണോ? അവരെ രണ്ടുപേർക്ക് പണി കൊടുക്കണമെന്ന് കുറെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. ആ രാധികാമ്മ അവരൊറ്റയൊരുത്തി കാരണം എനിക്കിപ്പോൾ ഈ ഗതി ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ പറ്റുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. നിന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ തുറന്നു പറ, എന്നെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറയണം. അപ്പൊ കിഷോർ പറഞ്ഞു, ഭദ്രനങ്ങൾ സാധിക്കുന്ന കാര്യവും ഞാൻ പറയുള്ളൂ. ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കിയിട്ട് ഗീതുവിനെയും കൂടെ ഇല്ലാതാക്കാനായിരിക്കും ചിലപ്പോൾ അവരുടെ പ്ലാന്. അല്ലെങ്കിൽ ഗീതുവിന് ഡിവോഴ്സ് കൊടുത്ത് പറഞ്ഞു വിടുന്നതോടുകൂടി പിന്നീട് ഗോവിന്ദ് സാറിന് സ്വത്തിന്മേൽ ഒരു അവകാശം കാണത്തില്ല. പക്ഷെ അങ്ങനെ വരില്ല. ഗോവിന്ദ് സാറിനെ ഇല്ലാതാക്കി കഴിയുമ്പോൾ ആ കുറ്റം വരുണിന്റെ രാധികാമ്മയുടെ തലയിലായിരിക്കണം. അവര് പോലീസ് ജയിലിലേക്ക് പോകണം. ജയിലിലേക്ക് പോകുന്ന പിന്നെ ആ സ്വത്തിന്റെ അല്ലെ ഏക അവകാശം ആരായിരിക്കും? അങ്കിളുടെ മോള് ഗീതു തന്നെയായിരിക്കും. പിന്നെ ഗീതുവിന്റെ സ്വത്ത് നിങ്ങൾക്കൂടെ അവകാശപ്പെട്ട സ്വത്താ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്കൊന്നും ഭയക്കേണ്ടല്ല, ആരെയും ഭയക്കേണ്ടതില്ല, നല്ല രാജാവിനെ പോലെ ജീവിക്കാന്ന് പറയാം. ഇതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണ് കിഷോർ എന്ന് ചോദിക്കുകയാണ്. നടക്കും, പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്കിൾ ഒരു ഉപകാരം എനിക്ക് ചെയ്തു തരണം. ഞാൻ എന്തുപകാരം ചെയ്തു തരണ്ടേ? അങ്ങനെ അവർ ഗോവിന്ദ് സാറിനെ ഇല്ലാതായി കഴിയുമ്പോൾ ഗീതുവിനെ എനിക്ക് തരണം. ഗീതു ഞാനും കൂടെ ഒന്നിക്കണം. ഗീതുവിനെ എനിക്ക് സ്വന്തം. അങ്ങനെ ഗീതുവിനെ ഞാൻ സ്വന്തം ആക്കിയിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് സാറിന്റെ പേരിലുള്ള സ്വത്തിന്റെ പാതി സ്വത്ത് ഞാൻ അങ്കിളുടെ പേരിലേക്ക് തന്നേക്കാന്ന് പറയാണ്. ഇത് ഒരിക്കലും പ്രതീക്ഷ കാര്യമല്ല ഭദ്രൻ. അപ്പൊ ചോദിച്ചു, എനിക്ക് എത്ര കോടി രൂപ വരും? അങ്കിൾ എത്ര കോടി രൂപ പറയാം അത്രയും തരും. ഇപ്പൊ 1000 കോടി രൂപ ഉണ്ടെങ്കിൽ അതിന്റെ പകുതി 500 കോടി രൂപ അങ്കിളിന് ഞാൻ തരുമെന്ന് പറയാം. 500 കോടി രൂപയാ? അതെ, പകരം എനിക്ക് വേണ്ട ഗീതുവിനെയാന്ന് പറയാണ്. ഡിവോഴ്സ് ഒക്കെ കിട്ടിയതിന് ശേഷം ഗോവിന്ദ് സാറിനെ അവരെ ഇല്ലാതാക്കിയതിന് ശേഷം വേണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ വർക്കൗട്ട് ആക്കാനായിട്ട്. ഗീതുവിനെ എനിക്ക് കിട്ടുമെങ്കിൽ മാത്രം ഞാൻ അങ്കിളുടെ കൂടെ നിൽക്കാന്ന് പറയാണ്. ഇത് കേട്ടൻ ഭദ്രൻ പറഞ്ഞു, എനിക്കിനി വേറൊന്നും ചിന്തിക്കാനില്ല. 500 കോടി രൂപയല്ലേ കിട്ടാൻ പോന്നെ, ഉറപ്പായിട്ട് ഈ കാര്യമായിട്ട് കിഷോർ മുൻപോട്ട് വെക്കോ. കിഷോറിന് എന്റെ വക എന്ത് സഹായം വേണം ഞാൻ ചെയ്തു തരാന്ന് പറയാണ്. അങ്ങനെ കിഷോർ വമ്പൻ പ്ലാൻ തന്നെ തയ്യാറാക്കുവാണ്. അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പടത്തിന് മീരെ പരുന്നും പറക്കുമെന്ന് പറഞ്ഞാലേ ഗീതുവിനെ അങ്ങനെ കിഷോറിനെ കൈമാറാനായിട്ട് ഗോവിന്ദനെ ഇല്ലാതാക്കിയിട്ടാണ് ശരി. തനിക്ക് 500 കോടി രൂപ കിട്ടണം, ആ ഒരു ദുരിതാശം മാത്രമായിരുന്നു ഭദ്രന്റെ ഉള്ളിലുണ്ടായിരുന്നത്. അങ്ങനെ 500 കോടി രൂപയ്ക്ക് ശരിക്കും ഗീതുവിനെ വിൽക്കാൻ തന്നെ ഭദ്രൻ തീരുമാനിക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറക്കൽ വീട് ഭയങ്കരമായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചേക്കുവാണ്. അലങ്കരിച്ച് വെച്ച് കഴിയുമ്പോഴത്തേനും രാധികാമ്മ പറഞ്ഞു, ഇത് ആരാ ഇതൊക്കെ ചെയ്തത്? ഇന്ന്
ഗോവിന്ദന്റെ പിറന്നാളാന്നുള്ള കാര്യം നമുക്ക് രണ്ടുപേർക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ ഇത് ആരത് അങ്ങനെ അലങ്കരിച്ച് വെച്ചെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് രേഖ അങ്ങോട്ട് പറഞ്ഞു, അതെ ഗീതു ഒന്ന് പറഞ്ഞായിരുന്നു രാവിലെ ഗോവിന്ദന്റെ പിറന്നാളാന്ന്, അതിവിടെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഡെക്കറേറ്റ് ചെയ്യുന്നു പറയാണ്. അല്ല ഗീതു എങ്ങനെ അറിഞ്ഞു ഈ വിവരം? ഗീതുവിനോട് ആരും പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അല്ല നീയാണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ. എന്നോട് തന്നെ ഗീതു പറയുമ്പോഴേ ഞാൻ അറിയണമെന്ന് പറയാം. എന്നാലും അവൾ എങ്ങനെ അറിഞ്ഞു ഇന്ന് പിറന്നാളാന്നുള്ള? പെട്ടെന്ന് വരുൺ പറഞ്ഞു, ആ വിജയലക്ഷ്മി ഉണ്ടല്ലോ അവരായിരിക്കും പറഞ്ഞെന്ന് പറയാണ്. അവരാണുള്ള എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. ആ പിറന്നാളിന്റെ കാര്യം അവർ തന്നെ ആയിരിക്കും പറഞ്ഞെന്ന് പറയാം. പെട്ടെന്ന് രാധികാമ്മയ്ക്ക് ശരിയായിരിക്കും, അവർക്കറിയാലോ പിറന്നാളൊക്കെയാന്ന്. അപ്പം അവരായിരിക്കും പറഞ്ഞേ. അപ്പൊ ഇന്ന് വൈകുന്നേരം ഗീതു പിറന്നാൾ ആഘോഷിക്കാനുള്ള വലിയ ഗീതു പിറന്നാൾ ആഘോഷിക്കാനായിട്ടായിരിക്കും ഇങ്ങോട്ട് വരുന്നത്. ആ തയ്യാറെടുപ്പോടെ ആയിരിക്കും വരുന്നത്. അതൊരു കാരണവശാലും പാടില്ല. ബർത്ത്ഡേ ആദ്യം ഗീതു വിഷ് ചെയ്യരുത്, ഒരു കാരണവശാലും ഗീതു വിഷ് ചെയ്യരുത്, അങ്ങനെ ഒരു ചിന്ത രാധികാമ്മയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് തന്നെ രഞ്ജു വന്ന് ബർത്ത്ഡേ വിഷ് ചെയ്ത് ഗോവിന്ദനെ കൂട്ടിക്കൊണ്ട് പോയതുള്ള കാര്യമൊന്നും രാധികാമ്മയെ വരണമെന്നും അറിയുന്നില്ലല്ലോ. അപ്പൊ ഗീതു ബർത്ത്ഡേ അറിഞ്ഞു, ആ ഒരു ചിന്തയായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഗീതുവിന്റെ മാനസികാവസ്ഥയൊന്നും അവരറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു പൊരിഞ്ഞ വെയിലത്ത് നടക്കുവാണ്, എങ്ങോട്ടെന്നില്ല നടക്കുക. അങ്ങനെ കുറെ ദൂരം നടന്നു കഴിയുമ്പോഴത്തേനും ഗീതു ആകപ്പാടെ തളർന്നുപോയി. തളർന്നു കഴിയുമ്പോഴത്തേനും തല കറങ്ങുന്ന പോലെ തോന്നി കഴിയുമ്പോഴത്തേനും ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി ഇങ്ങനെ ചാരി നിൽക്കുകയാണ്. ഈ സമയത്താണ് വിജയലക്ഷ്മി അങ്ങോട്ട് ഗീതുവിനെ അന്വേഷിച്ചുകൊണ്ട് വരുന്നത്. വിജയലക്ഷ്മി കണ്ടു ഗീതു ഒരു മരത്തെ ചാരി ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറയാണ്. അങ്ങനെ അയാൾ കാർ നിർത്തി കഴിയുമ്പോഴത്തേനും വിജയലക്ഷ്മി ഓടി ഗീതുവിന്റെ അടുത്തേക്ക് വരുവാണ്. ടീച്ചർ എന്താ മോളെ നീ കാണിക്കുന്നേ, ഇങ്ങോട്ട് വാ, കാറിൽ കയറാൻ പറയാണ്. വേണ്ട ഞാൻ വരുന്നില്ലെന്ന് പറയാം. ഞാൻ പറയുന്ന കേൾക്കൂട്ടോ, നീ ഇങ്ങോട്ടും വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. വേണ്ട ഞാൻ വരുന്നില്ല. നീ എന്ത് ഭാവിച്ചത് ഈ കരിഞ്ഞ വെയിലത്ത്? ഇനിയും നീ ഇങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ നിന്റെ കാല് പൊട്ടും. കാല് പൊട്ടുക മാത്രമല്ല നീ എവിടെയെങ്കിലും തളർന്ന് വീഴുകയും ചെയ്യും. ഗീത പറഞ്ഞു ഞാൻ തളർന്ന് വീഴുന്നോട്ടെ, ആർക്കും കുഴപ്പമൊന്നുമില്ലോ. എന്റെ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് കുഴപ്പമില്ല, പിന്നെ വേറെ ആർക്കാ? ഞാൻ ജീവിക്കുന്ന തന്നെ ഇപ്പൊ എന്റെ ഭർത്താവിന് വേണ്ടി മാത്രമായിരുന്നു. പക്ഷെ അയാൾക്ക് പോലും എന്നെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആർക്ക് വേണ്ടിയാ അമ്മ ജീവിക്കുന്നത്? എനിക്ക് ജീവിക്കണ്ടെന്ന് പറയണം. ഇങ്ങനെയൊന്നും പറയരുത് മോളെ, നീ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ കയ്യെ പിടിച്ച് വലിക്കുവാണ്. വേണ്ടമ്മ എന്നെ വിളിക്കണ്ടെന്ന് പറയണം. എന്റെ മനസ്സിൽ അത്രമാത്രം ഭാരമുണ്ട്. ഈ ഭാരം എന്റെ മനസ്സിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ. ഇനി നടന്നു തന്നെ ഈ ഭാരം ഞാൻ ഇറക്കി വെക്കൂന്ന് പറയാം. നിന്റെ മനസ്സിലെ ഭാരമല്ലേ, ഇപ്പൊ നിനക്ക് ആ ഭാരം ഇറക്കി വെച്ചാ പോരെ? നീ വീട്ടിലേക്ക് വാ, ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് വാ. നിന്റെ മനസ്സിൽ എന്തൊക്കെ ദുഃഖങ്ങൾ ഉണ്ടായാലും നീ അത് എന്നോട് തുറന്നു പറ. തുറന്നു പറഞ്ഞത് പൊട്ടിക്കരഞ്ഞും തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നീ വരാനും പറഞ്ഞ് ഗീതനെ പിടിക്കുകയാണ്. വേണ്ടമ്മ വേണ്ട, എനിക്ക് ആരുടെ സഹായം വേണ്ട. അല്ലെങ്കിൽ ഞാൻ എന്തിനാ വിശ്വസിക്കുന്നത്? ഞാൻ ഇനി ആരെയും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇത്രയും കാലം ഞാൻ ഗോവിന്ദ് സാറിന്റെ കൂടെ കഴിഞ്ഞിട്ട് ആ ഗോവിന്ദ് സാറ് പോലും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പൊ വന്ന പെണ്ണുമായിട്ടുള്ള ഗോവിന്ദ് സാറിന്റെ റിലേഷൻ എന്താന്ന്. ഇത്രയും കാലം ഇത്രയും കാലമായിട്ടും അമ്മ പോലും പറഞ്ഞിട്ടില്ല എന്റെ കണ്ണേരനുമായിട്ട് അമ്മയ്ക്ക് എന്താ ബന്ധമുള്ളതെന്ന്. ഞാനത് ചോദിച്ചു നോക്കട്ടെ. കുറെ കാലമായില്ലേ ഇങ്ങനെ എൻ്റെ ഒപ്പം നിൽക്കുന്നത്. പക്ഷെ ഇന്ന് വരെ ഗോവിന്ദ് സാറുമായിട്ടുള്ള ബന്ധം എന്താന്ന് ഇന്ന് വരെ എന്നോട് പറഞ്ഞിട്ടില്ല. സത്യം പറ, അമ്മയും ഗോവിന്ദ് സാറും തമ്മിൽ എന്താ ബന്ധമുള്ളത്? അതോ ഇനിയിപ്പോ എന്നെ വെറുതെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്? എന്തെങ്കിലും ഉണ്ടോ എന്നോട് തുറന്നു പറയാൻ പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞ് വിജയലക്ഷ്മി ആകെപ്പാടെ പെട്ടുപോയി. വിജയലക്ഷ്മിക്ക് അങ്കലാപ്പായി പോയി. സത്യം തുറന്നു പറയണോ വേണ്ടോ എന്നൊരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പൊ അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. പാവം ഗീതു. അപ്പൊ ഗീതയോട് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ചെമ്പശ്ശേരി തറവാട്ടിലേക്ക് വാ, നിന്നോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം, വിസ്തമായിട്ട് തന്നെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഗീതുവിനെ കാറ് കയറ്റിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷമൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.